വെൽക്കം ടു ദ തേർഡ് ഡേ ഗൈസ്. അപ്പോൾ ഇന്ന് നമ്മൾ തേർഡ് ഡേ ആണ്. നാളെ ഞാൻ ഇവിടുന്ന് റിട്ടേണാ. വാവ്, എന്ത് പെട്ടെന്ന് നല്ല ദിവസം പോയെ ആലോചിക്കുമ്പോൾ തന്നെ ഒരിത്. സത്യം പറയല്ലോ, ഇന്നലെ ഞങ്ങൾ ഇവിടെ ഇരുന്നിട്ടേ ഇല്ല. ഇന്നലെ ഞങ്ങൾ രാവിലെ 10:30 ഇറങ്ങി. ഞങ്ങൾ തിരിച്ച് വീട്ടിൽ കയറിയത് 7:45 നൈറ്റ്. അത്രയും സമയം എന്തോ കൊടുക്കുമായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഫുള്ള് മറ്റേ ബസ്, പിന്നെ ഓട്ടോ. നമ്മൾ കൂടുതലും അത് തന്നെ വീഡിയോയിൽ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും. ബസ് ഓട്ടോ എന്ന് പറഞ്ഞിട്ടായിരിക്കും. അവൾ വേഗം നടന്നു പോകുന്നുണ്ട്. ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അവളെ വീഡിയോയിൽ കുറേ വീഡിയോസ് എടുത്ത് വെച്ചിട്ടുണ്ട്, കാണിച്ചു തരാവേ. അവൾ വീഡിയോയിലൊന്നും വരത്തില്ല, ബിക്കോസ് അവൾക്ക് സൈലൻറ്റ് പൂച്ചയാവാനാണ് എപ്പോഴും ഇഷ്ടം. അതുകൊണ്ട് കണ്ടോ, സൂപ്പർ ഡീലക്സിൻ്റെ ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ട് പോകുന്നത് കണ്ടോ. ഇപ്പോൾ ബസ്സിലോട്ടോ കണ്ട് കയറാൻ വേണ്ടി പോവാം. ഞാൻ ഇന്ന് ഇട്ടിരിക്കുന്നത് ഒരു കോട്ട് സെറ്റാണ്. ഇത് വന്നിട്ട് ഇത് ഏതോ ഒരു ഇൻസ്റ്റഗ്രാം പേജിൽ നിന്ന് എടുത്താട്ടോ. അത് താഴെ മെൻഷൻ ചെയ്യാം ഞാൻ. അത് നമ്മൾ ഇൻസ്റ്റഗ്രാം പേജ്, ഇൻസ്റ്റയിൽ പോസ്റ്റ് ഇടുമ്പോൾ മെൻഷൻ ചെയ്യാം കേട്ടോ. ഇവിടെ നിന്ന് നല്ല ഫോട്ടോസൊക്കെ എടുത്ത് തരാൻ പറഞ്ഞിട്ടുണ്ട്. നോക്കാം. പക്ഷെ ഇന്നലത്തേക്കാളൊക്കെ തിളക്കം ഇന്നെൻ്റെ മുഖത്തിനുണ്ട് ഗൈസ്. കാര്യം 2 ദിവസമായിട്ട് ഞാൻ ഉറക്കത്തിൻ്റെ ഇതിലായിരുന്നു. ഇന്ന് രാവിലെ വരെ 10 മണി വരെ ഞങ്ങളുടെ തുറക്കി. എന്നിട്ട് ഞാൻ പോയി റെഡിയായി പെട്ടെന്ന് വന്നു. ഇപ്പോൾ സമയം 11 മണിയാവാറായി. അതിന് മുമ്പേ അവിടെ നിന്ന് ഇറങ്ങി. ഫുഡും കഴിച്ചു. ദോശയായിരുന്നു ഇന്ന്. അങ്ങനെ അപ്പം നമ്മളിന്ന് എങ്ങോട്ടാണ് പോകുന്നതെന്ന് കൃത്യമായി ചോദിച്ചാൽ അറിയില്ല. പക്ഷെ ഇന്ന് നമ്മൾ ആ പാർക്കിൽ പോകും. ആ പാർക്കിൻ്റെ പേരെന്താ ശ്രദ്ധ? എന്തോ ബാൽഭവൻ പാർക്ക്. അത് കബൻ പാർക്കിൻ്റെ തൊട്ട് ഫ്രണ്ടിലുള്ള പാർക്കാണ്. അവിടെ ട്രെയിന് ഒക്കെ ഉണ്ട്. അപ്പം നമ്മൾ അവിടെ പോയിട്ട് അതിലൊക്കെ കയറും. അപ്പോൾ ഒരു ഓവർ സൈസ്ഡ് ഷർട്ടാണ് ഇത്. ആക്ച്വലി കണ്ടു കഴിഞ്ഞാൽ ഇങ്ങനെ ലാച്ച പോലൊക്കെ കിടക്കുന്നത് പോലെ തോന്നും. പഠിച്ചോക്കി നമുക്ക് പോവാം. നല്ല തണുപ്പുണ്ട് ഇന്ന്. എന്താണോ ഹൈ, ഇതെന്താടി? ഗൈസ് കാണാൻ പറ്റും കേട്ടോ. ഇതെന്തോ ഒരു കാട്ടുചെടിയാണ്. ഫോക്കസ് ആവുന്നില്ല, സോറി. ആ സാധനം എന്നോട് പിണങ്ങിപ്പോയി ഈ കാട്ടുചെടി പറിച്ചതിന്. സിറ്റ് ഗൈസ്, ദിസ് ഈസ് കാട്ടുചെടി. ഇവിടെ കുറേ നിൽപ്പുണ്ട് കേട്ടോ. പക്ഷെ രസമുണ്ട്. നമ്മുടെ നാട്ടിൽ ഈ ബ്രൈഡ്സിനൊക്കെ ഫ്ലവേഴ്സ് വെക്കത്തില്ലേ, അതേമാതിരി. പക്ഷെ ഇത് കാട്ടുചെടിയാണെങ്കിലും നമ്മുടെ നാട്ടിലൊക്കെ ബ്രൈഡ്സിന് വിൽക്കുന്ന സംഭവം പോലെ തന്നെ ഉള്ളൂ. പൊടി, എയർ പൊല്യൂഷൻ ഭയങ്കരമായിട്ടുള്ള നാടാണ് ഗൈസ് ബാംഗ്ലൂർ. 2 ദിവസമായപ്പോഴത്തേക്കും ഞാൻ ഇന്നലെ കിടന്നുറങ്ങിയത് ഭയങ്കര ലൈറ്റായിട്ടാണ്. പൊടി കാരണം തുമ്പി വരുമായി. പക്ഷെ ഇവിടെ വന്നതിന് ശേഷം ഉണ്ടല്ലോ, ഇൻഹേലറിൻ്റെ ഇൻടേക്ക് ഭയങ്കരമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതെനിക്കൊരു ഗുഡ് ഫാക്റ്റായിട്ടാണ് തോന്നുന്നത്. So we are moving ahead to another mall, to Metro. So we are here at 13 Square Mall. എന്താ ഇവിടെ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ കുറേ സംഭവങ്ങൾ കാണണം എന്ന് പറഞ്ഞുള്ള രീതിക്കാണ് വന്നിരിക്കുന്നത്. ഇത് വർക്ക് ചെയ്യില്ല. വർക്ക് ചെയ്യാത്തൊരു എസ്കലേറ്ററിലാണ് നമ്മൾ കയറിക്കൊണ്ടിരിക്കുന്നത്. Okay, this is quite different from other mall because ഇവിടെ കുറച്ചധികം അഡ്വെഞ്ചേഴ്സ് ട്രിപ്പ് കൈൻഡ് ഓഫ് സംതിങ് ഉണ്ട്. ആൻഡ് ഷീ ടോൾഡ് മീ ലൈക്ക് അവൾ ഇതിനെല്ലാം കയറ്റാം എന്നുള്ള രീതിയിൽ. നമുക്ക് നോക്കാം കേട്ടോ. നടക്കുന്ന പോലെ
എന്താ ഇതിനൊക്കെ എന്തൊരു ഫീൽ കിട്ടി? ആ നെഞ്ചിരിപ്പോടുകൂടിയാണ് അവള് നൈസ് എന്ന് പറയുന്നത്. നിങ്ങൾ കേൾക്കണം ഗൈസ്. ഷീ ഈസ് നോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ ടേക്കിംഗ് വീഡിയോസ്, സോ ദാറ്റ്സ് വൈ ഷീ ജസ്റ്റ് ലൈക്ക് എനിക്ക് താല്പര്യമില്ല എന്നുള്ള രീതിയിലല്ലേ. ഓക്കെ ഗൈസ്, വി ആർ മൂവിങ് ടു എങ്ങോട്ടാണ് നമ്മൾ പോകുന്നത്? ബാംഗ്ലൂർ എന്ന് പറയുന്ന ഒരു സിറ്റിയിലേക്ക് ഫസ്റ്റ് സോളോ ട്രിപ്പ് എന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങി വരുന്ന മൊമെൻറ്റിൽ അത്യാവശ്യം നല്ല രീതിയിൽ ടെൻഷൻ ഉണ്ടായിരുന്നു. ഒറ്റയ്ക്ക് എങ്ങനെ ഹാൻഡിൽ ചെയ്യും, ഒറ്റയ്ക്ക് എങ്ങനെ അവളുടെ വീട് കണ്ടെത്തും, ഒറ്റയ്ക്ക് എങ്ങനെ പല കാര്യങ്ങളും ചെയ്യും. ഈവൻ ദോ ഗൂഗിൾ ലൊക്കേഷനും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും നമ്മൾ ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യുന്ന ടൈമിലാണ് നമ്മൾ പല കാര്യങ്ങളും പഠിക്കുക, എക്സ്പീരിയൻസ് ചെയ്യുക, എൻജോയ് ചെയ്യുക എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. ആക്ച്വലി അത് ശരിക്കും വേർത്തിയാണ്, അല്ലെങ്കിൽ അത് ശരിക്കും കറക്റ്റാണെന്ന് തോന്നിയിട്ടുള്ള കഴിഞ്ഞ ഒരു 4 ദിവസത്തെ കാര്യങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ വിഷ്വൽസും. ഇവിടെ കാണുന്ന ഓരോ കാര്യങ്ങളും ഞാനും അവളും നല്ല രീതിയിൽ എൻജോയ് ചെയ്തിട്ടും അടിയിട്ടും പിണങ്ങിയും സന്തോഷിച്ചും ഒരുപാട് കലഹിച്ചും ഒക്കെയാണ് നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പോയത്. അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ എനിക്ക് പറയാനായിട്ടും എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം എന്താണെന്നറിയോ, നമുക്ക് കയറി ചെല്ലാൻ ഒരു ഇടമുണ്ട്, അല്ലെങ്കിൽ നമ്മളെ കാത്തിരിക്കാൻ ഒരു സ്പേസ് ഉണ്ടെന്ന് പറയുന്നത് ഈ ലോകത്ത് നമുക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയൊരു സമ്മാനമായിട്ടാണ് എനിക്കെപ്പോഴും തോന്നിയിട്ടുള്ളത്. എൻ്റെ ചൈൽഡ്ഹുഡിലെ പല ക്രേവിങ്സിനെയും ഞാൻ ഇന്ന് ഡീൽ ചെയ്യുന്ന പല രീതിയിലുള്ള വിഷ്വൽസാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന പലതും. പാർക്കിലടക്കം നമ്മൾ പോയ എല്ലാ മൊമെൻറ്റ്സും നമുക്ക് വളരെയധികം സ്പെഷ്യലാണ്. അവൾക്ക് ബാംഗ്ലൂരിലെ എല്ലാ സ്ഥലങ്ങളും എന്നോടൊപ്പം എൻജോയ് ചെയ്യാൻ പറ്റിയെന്നുള്ള സന്തോഷമാണെങ്കിൽ എനിക്ക് അവളുടെ കൂടെ ഇത്രയും നല്ലൊരു ടൈം സ്പെൻഡ് ചെയ്യാൻ സാധിച്ചതിലും എൻ്റെ ചൈൽഡ്ഹുഡിലെ ക്രേവിങ്സിനെ കീഴടക്കി എന്തോ വലിയ കാര്യം ഞാൻ അച്ചീവ് ചെയ്ത പോലെയാണ് ഈ കാണുന്ന പല വിഷ്വൽസിനെയും എൻ്റെ സ്മൈൽസിനെ ഡിഫൈൻ ചെയ്യാൻ എനിക്ക് പറ്റുന്നത്. ഒരുപക്ഷെ നിങ്ങൾക്കൊക്കെ ഊഹിക്കാവുന്നതിനും അപ്പുറത്തേക്ക് ഒരുപാട് സന്തോഷങ്ങളും ഒരുപാട് വിഷമങ്ങളും ഒരുപാട് ഇണക്കങ്ങളും പിണക്കങ്ങളും ഒക്കെ ആയിട്ട് ഞങ്ങളുടെ ഈ ഒരു സൗഹൃദത്തിനെ പിടിച്ചു നിർത്തുന്നതും അത്തരം ചില നല്ല ഓർമ്മകളാണ്. എന്തോ ഒരു വല്ലാത്തൊരു ഫീലാണ് ഇതൊക്കെ. പറയുന്നത് പോലെ അല്ല കേട്ടോ, ഇതൊക്കെ അനുഭവിച്ചറിയുമ്പോഴേ ആ ഒരു ഫീൽ എന്താണെന്നുള്ളത് മനസ്സിലാവുള്ളൂ. എനിവേസ്, നിങ്ങൾ ആരെങ്കിലും ഇനി ഒരു സോളോ ട്രിപ്പ് പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി യു ഹാവ് ടു ഗോ. എസ്പെഷ്യലി നിങ്ങളുടെ ഒരു ബെസ്റ്റ് ഫ്രണ്ടിനോടൊപ്പം ആണെങ്കിൽ ഒരു ഡ്യുവോ ട്രിപ്പായിട്ട് പോകുന്നതായിരിക്കും അടിപൊളി. അത് വേറൊരു വൈബ് തന്നെ കേട്ടോ. നമ്മളുടെ കൂടെ പാരൻസ് ഉണ്ടെന്ന് പറഞ്ഞാലും ഫ്രണ്ട്സ് ഉണ്ടെന്ന് പറഞ്ഞാലും ഈവൻ നമ്മുടെ ബ്രദേഴ്സ് സിബ്ലിങ്സ് ആരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട്, ദ ചൈൽഡ്ഹുഡ് ബെസ്റ്റ് ഫ്രണ്ട് എന്നൊക്കെ പറയുന്നത് ഇറ്റ്സ് ഹിറ്റർ ഹാർഡ് അല്ലേ. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. ഈ ഒരു ചൈൽഡ്ഹുഡ് ക്രേവിങ്സിനെ എന്തൊക്കെയോ രീതിയിൽ അച്ചീവ് ചെയ്തിട്ടുണ്ട്. ഒരുപക്ഷെ സ്ക്രീനിൽ കാണുന്നതിനേക്കാൾ ഉപരി എന്തൊക്കെയോ കൂടുതലായിട്ട് സന്തോഷങ്ങൾ നേടിയെടുത്തിട്ടാണ് ബാംഗ്ലൂരിൽ നിന്ന് ഞാൻ തിരികെ വന്നതെന്നുള്ളത് എനിക്കിന്നും ഉറപ്പ് പറയാൻ പറ്റുന്നൊരു കാര്യമാണ്. എന്നാൽ ഒരുപാടധികം ഇണക്കങ്ങളും പിണക്കങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ എല്ലാം ശരിയാവും എന്നുള്ളൊരു ഹോപ്പും എവിടേക്കോ ബാക്കി വെച്ചിട്ടുണ്ടെന്നുള്ളതാണ് എൻ്റെ ലൈഫ് കൊണ്ട് ഞാൻ മെയിൻ ചെയ്തത്. സോ ദാറ്റ്സ് ഇറ്റ്. അതായിരുന്നു എൻ്റെ ഈ ഒരു സോളോ ട്രിപ്പ്. ഒരുപാട് എൻജോയ് ചെയ്തു, ഒരുപാട് സന്തോഷിച്ചും ഒരുപാട് കലഹിച്ചും നമ്മളങ്ങനെ ഈ ഒരു ട്രിപ്പ് വൈൻഡ് അപ്പ് ചെയ്യാണ്. സോ ദിസ് ഇസ് ദ ലാസ്റ്റ് ഡേ ഓഫ് ദാറ്റ് വീഡിയോ. അപ്പോൾ ബാംഗ്ലൂരിൽ നിന്ന് നാളെ ഞാൻ മടങ്ങുകയാണ്. എനിവേസ്, ഞാൻ ഈ വീഡിയോ എടുക്കുന്ന അല്ലെങ്കിൽ വീഡിയോ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ. ഞാനിപ്പോൾ വോയിസ് ഓവർ കൊടുക്കുന്നത് വിഷുവിൻ്റെ അന്നാണ് കേട്ടോ. സോ എല്ലാവർക്കും നല്ലൊരു വിഷു ആശംസിക്കുകയാണ്. ഹാപ്പി വിഷു. സോ ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ ഓക്കെ, ബൈ ബൈ. അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണാം.